നേരം വെളുത്തിട്ടും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയില്ല. ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിൻഡോയിലൊരു തട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എനിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. പിന്നെ താഴെ നോക്കിയപ്പം കുറച്ച് സ്ത്രീകൾ ഇങ്ങനെ സ്നാക്സ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് അവർക്ക് ബസ് നല്ല ഉയരമുള്ളതുകൊണ്ട് ഈ സ്റ്റിക്കിൻ്റെ പുറത്ത് കെട്ടി വെച്ചിട്ടാണ് അവരിങ്ങനെ ബസ്സിൻ്റെ വിൻഡോയിലേക്ക് ഉയർത്തി കാണിക്കുന്നത്. കൂടെ ക്യാഷ് കളക്ഷൻ ബക്കറ്റും ഒരു സൈഡ് കാണും. മൊക്കോവെ ജെട്ടി എന്ന ബസ്സിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തുന്നതിന് മുമ്പേ ഉള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണിത്. വീണ്ടും യാത്ര തുടർന്നു. ഇനിയാണ് ട്വിസ്റ്റ്. മൊക്കോവെ ഇറങ്ങിയിട്ട് ബാഗ് തിരഞ്ഞപ്പോൾ ബസ്സിൽ ബാഗ് ഇല്ല. അവരെടുത്ത് വെക്കാൻ മറന്നുപോയത്രേ. അങ്ങനെ ബസ്സുകാർ ഞങ്ങളെ സമന്വയിപ്പിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിൽ ബാഗ് തീർച്ചയായും എത്തിക്കും എന്ന് ഉറപ്പ് തന്നിട്ട് ഞങ്ങളൊന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി മമ സൊമാലി എന്ന ഒരു ചെറിയ ഗസ്റ്റ് ഹൗസിലോട്ട് പോയി. അവിടുത്തെ കെയർ ടേക്കറാണ് ഇദ്ദേഹം. ഒന്ന് പല്ല് തേക്കാൻ വല്ല വഴിയും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ യൂസ് ചെയ്യുന്ന ബ്രഷ് കാണിക്കാം എന്നും പറഞ്ഞ് ആ കാട്ടിലോട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയത്. സാൽവഡോറ പെർസിക്ക എന്ന ട്രീയുടെ കമ്പ് ഒടിച്ചാണ് ടൂത്ത് ബ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അറബിക്കിൽ പറയുന്ന പോലെ തന്നെ സ്വാഹിലിയിൽ മിസ്വാക്കി എന്നാണ് ഇതിന് പറയുന്നത്. ഇദ്ദേഹം ഒരു സൊമാലിയാണ്, അതുകൊണ്ട് സൊമാലി നെയിമാണ് ആദി എന്ന് പറഞ്ഞു തന്നു. അങ്ങനെ പല്ല് തേക്കാൻ പാകത്തിലുള്ള ബ്രഷിൻ്റെ സൈസിൽ അതിനെ ഒടിച്ചെടുത്തു. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ഹൈ മിനറൽസ്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്. ബാഗൊക്കെ മിസ്സായി പോയെങ്കിലും ഈ ആംബിയൻസ് കാണുമ്പോൾ അതൊക്കെ അങ്ങ് മറന്നുപോയി. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.